ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC ആൻഡ് CSEB ഗൈഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്ന ഏതാണ്? മാഗ്ന കാർട്ടയാണ്. 1215 മാഗ്ന കാർട്ടയാണ്. ലോക മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ്? 1948 ഡിസംബർ 10 അതുകൊണ്ടാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉണ്ടായിരുന്നത്? 30 ആയിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 2006ഉം 2019. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളും വകുപ്പുകളാണുള്ളത്? 8 അധ്യായങ്ങളും 45 വകുപ്പുകളും. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചതെന്നാണ്? 1994 ജനുവരി 8. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിനം. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഏതാണോ ആദ്യം വരുന്നത് അതിനനുസരിച്ചായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? മാനവാധികാർ ഭവൻ, ന്യൂഡൽഹി. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1998 ഡിസംബർ 11. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നാഷണൽ ലെവലിൽ വരുമ്പോൾ രാഷ്ട്രപതിയും സംസ്ഥാനത്തിലേക്കാവുമ്പം ഗവർണറുമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയായിട്ടാണ്? തിരുവനന്തപുരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീത് പിള്ള. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണ വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 14. മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്താനുള്ള അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 13. ആയുധ സേനകളെ സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിവരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 19. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സെക്ഷൻ 23 പ്രകാരം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവർണറാണെങ്കിലും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന കമ്മീഷൻ ചെയർമാനും അംഗങ്ങളെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഗവർണർക്കുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ്. അത് നാഷണൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ഏതാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ്. സംസ്ഥാന കമ്മീഷനിലെ ഉദ്യോഗസ്ഥരെയും മറ്റ് ജീവനക്കാരെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 27. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? സെക്ഷൻ 28 ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 32. സംസ്ഥാന കമ്മീഷൻ്റെ അക്കൗണ്ടുകളും ഓഡിറ്റുകളും സംബന്ധിച്ച വകുപ്പ് ഏതാണ്? സെക്ഷൻ 35 പറയുന്നത്. ഓരോ ജില്ലയിലും മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സംസ്ഥാന സർക്കാരിനാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതിയോടുകൂടി സംസ്ഥാന സർക്കാരാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ജില്ലയിലും മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നത്. മനുഷ്യാവകാശ കോടതികളിൽ കേസ് നടത്തുന്നതിനായി സർക്കാർ നിയമിക്കുന്ന അഭിഭാഷകൻ ആരായിരിക്കണം? സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കണം. കുറഞ്ഞത് 7 വർഷമെങ്കിലും പ്രാക്ടീസുള്ള അഭിഭാഷകനെയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ കോടതികളിൽ കേസ് നടത്താനായിട്ട് സർക്കാർ നിയമിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനം നടന്ന് എത്ര കാലത്തിന് ശേഷം ലഭിക്കുന്ന പരാതികളാണ് കമ്മീഷൻ അന്വേഷണം നടത്താൻ പാടില്ലാത്തത്? അതായത് 1 വർഷം കഴിഞ്ഞിട്ട്, അതായത് സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? കമ്മീഷൻ അന്വേഷണം നടത്താൻ പാടില്ല എന്ന് സെക്ഷൻ 36 സബ്സെക്ഷൻ 2 പറയുന്നുണ്ട്. നിലവിൽ ഏതെങ്കിലും കമ്മീഷനോ അല്ലെങ്കിൽ അതോറിറ്റിയോ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഏത് സെക്ഷനാണ്? സെക്ഷൻ 36 സബ്സെക്ഷൻ 1 പ്രകാരമാണ്. ഇതേ ക്വസ്റ്റ്യൻസ് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ തരികയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇനിയുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1948 ഡിസംബർ 10 UN പൊതുസഭ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ആ ഒരു പ്രസ്താവന എന്താണ്? ശരിയാണ്. ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് 1215 മാഗ്ന കാർട്ടയാണ്. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ 25 അനുച്ഛേദങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്.
പറയുന്ന പ്രസ്താവന എന്താണ്? തെറ്റാണ്. കാരണം 30 അനുച്ഛേദങ്ങളാണ് എന്ത് ചെയ്തത്? ഉൾപ്പെടുത്തിയിരുന്നത്. എല്ലാ വർഷവും ഡിസംബർ 10 മുതൽ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. അതായത് ഡിസംബർ 10 1948 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 4 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഈ നിയമം 1994 10ാം നമ്പർ ആക്റ്റാണ്. അതെന്താണ്? ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയുടെ രൂപീകരണത്തിന് വഴിതെളിച്ച നിയമമാണ് ഏത്? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നിയമം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അവകാശങ്ങളിൽ താഴെ പറയുന്നവയിൽ പെടാത്തതേത്? നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യനീതിയും, സ്വന്തം രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനും പാർക്കാനുമുള്ള അവകാശം, തുല്യ ജോലിക്ക് തുല്യവേതനം, സായുധ വിപ്ലവത്തിലൂടെ സർക്കാർ മാറ്റാനുള്ള അവകാശം. ഇതിൽ 4ാമത്തെ പ്രസ്താവനയായിട്ടുള്ള സായുധ വിപ്ലവത്തിലൂടെ സർക്കാർ മാറ്റാനുള്ള അവകാശം മാത്രം എന്ത് ചെയ്തിട്ടില്ല? സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ഉണ്ടായിരിക്കണം. മൊത്തം 6 പേരായിരിക്കണം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവർ എന്ത് ചെയ്യണം? കമ്മീഷനിലെ അംഗങ്ങളായിരിക്കണം. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയെ സംബന്ധിച്ച് ശരിയാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്ന ഏതാണ്? 93 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 93 ഒക്ടോബർ 12 2019 ഭേദഗതി ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചതാരാണ്? അമിത് ഷായാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ ആകെ അധ്യായങ്ങൾ എത്രയാണ്? 8. അപ്പോൾ ഈ പറഞ്ഞ 4ാമത്തെ ജോഡി മാത്രം എന്താണ്? തെറ്റായിട്ട് വരുന്നുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഈ നിയമനം എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ലോകസഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവർ ഈ സമിതിയിലെ അംഗങ്ങളാണ്. പ്രതിപക്ഷ നേതാക്കളും ഈ സമിതിയിൽ എന്ത് ചെയ്യുന്നു? ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? എല്ലാം എന്താണ്? ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. സംസ്ഥാന കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരം ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്ന 1998 ഡിസംബർ 11 കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഗവർണർക്കല്ല. ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. കമ്മീഷൻ്റെ അന്വേഷണ അധികാരങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെ? പരാതികളെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും എന്ത് ചെയ്യും? ഉണ്ടായിരിക്കുന്നതാണ്. സംഭവങ്ങൾ നടന്ന് 1 വർഷം കഴിഞ്ഞ് പരാതികളിൽ അന്വേഷണം നടത്താൻ കമ്മീഷന് അധികാരമില്ല. അത് ഏത് സെക്ഷൻ പ്രകാരമാണ് പറയുന്നത്? സെക്ഷൻ 36 സബ്സെക്ഷൻ 2 പ്രകാരം. അന്വേഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള ഏത് ഉദ്യോഗസ്ഥൻ്റെയോ ഏജൻസിയുടെയോ സേവനം കമ്മീഷൻ എന്ത് ചെയ്യാം? ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ 3 പ്രസ്താവനകളും കമ്മീഷൻ്റെ അധികാര പരിധികളെ സംബന്ധിച്ചിട്ട് എന്താണ്? ശരിയാണ്. കമ്മീഷൻ്റെ കാലാവധിയും നീക്കം ചെയ്യൽ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. സെക്ഷൻ 6 പ്രകാരം ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം എന്നുള്ള രീതിയിൽ. കാലാവധി പൂർത്തിയാക്കിയ ചെയർമാനോ അംഗങ്ങളോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ മറ്റ് ജോലികൾ സ്വീകരിക്കാൻ എന്തില്ല? പാടുള്ളതല്ല. ദുർനടപടിയോ കഴിവില്ലായ്മയോ തെളിയിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു? ഇവരെ നീക്കം ചെയ്യുന്നു. അംഗങ്ങൾ തങ്ങളുടെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് അതായത് സംസ്ഥാന ഗവർണർക്കാണ്, മുഖ്യമന്ത്രിക്കല്ല. അപ്പോൾ ഇതിൽ 4ാമത്തെ പ്രസ്താവനയാണ് എന്ത്? തെറ്റായിട്ട് വന്നിരിക്കുന്നത്.